ഹലോ ഓൾ, വെൽക്കം ബാക്ക്. സ്വീറ്റ് ലവേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു ബെസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സംഭവം ഉണ്ടാക്കാനും ഈസിയാണ്, അതേപോലെ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടാലോ? ആദ്യം തന്നെ നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കണം. അതിനായി ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. ചെറിയ ഫ്ലെയിമിലിട്ട് പഞ്ചസാര മൊത്തം നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതാ പഞ്ചസാര എല്ലാം ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ആഡ് ചെയ്തതിനു ശേഷം കൈ വിടാതെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ബട്ടറും ഫുള്ളായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രഷ് ക്രീമും കൈ വിടാതെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ട വിപ്ഡ് ക്രീമാണ്. ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വിപ്ഡ് ക്രീമിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. ഓൾറെഡി കാരമൽ സോസ് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ആവശ്യത്തിന് മധുരം അതിലുണ്ടാവും. അതുകൊണ്ട് വിപ്ഡ് ക്രീമിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. അതേപോലെ കാരമൽ സോസ് ഫുള്ളായിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നില്ല, ഹാഫ് പോർഷൻ മാത്രമേ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി കാരമൽ സോസും വിപ്ഡ് ക്രീമും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു ട്രേ എടുക്കുക. അതിലേക്ക് ഞാൻ സ്ലൈസ്ഡ് കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്തിട്ട് കേക്ക് ബേസ് ആക്കിയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ നമ്മൾ കേക്ക് സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച കാരമൽ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി വെച്ച ക്രീം ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും കാരമൽ സോസ് ഒന്ന് ലെയർ ചെയ്യുക. ഇനി അതിൻ്റെ മേലേക്ക് വീണ്ടും നമുക്കൊരു ലെയറായിട്ട് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും കാരമൽ സോസ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ലൂസൻ ചെയ്ത ക്രീം മുകളിലത്തെ ലെയറിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി ബാക്കിയുള്ള ക്രീമും കൂടി ടോപ്പിൽ ഫുൾ കവർ ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫൈനൽ ലെയർ ഇതാ ഞാനൊന്ന് നന്നായി ഭംഗിയാക്കാൻ വേണ്ടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതാ ട്രേയുടെ ചുറ്റുപുറം ക്രീമുകളൊക്കെ ഒന്ന് തുടച്ചു കൊടുത്ത് ഒന്ന് നീറ്റാക്കി എടുക്കാം. ഇനി നമ്മുടെ ഡെസേർട്ടിൻ്റെ മേൽഭാഗത്ത് കുറച്ച് ഡിസൈൻ കൂടി കൊടുത്ത് നമുക്കിന്ന് ഫിനിഷ് ചെയ്യാം. അതിനായിട്ട് ഞാൻ കാരമൽ സോസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ബാക്കി വന്ന കുറച്ച് കേക്ക് പൊടിച്ചിട്ട് ചുറ്റുപുറം ഒന്ന് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെസേർട്ടിൻ്റെ ഫുൾ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇത്തിരി ടേസ്റ്റിയും ഈസിയുമായ ഈ ഡെസേർട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.